മലയാള സിനിമ നീ നാൾ വാഴ്ത്തി. അമ്മ, മേക്ട, ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പല പല ഫാൻസ് അസോസിയേഷൻ, ഇങ്ങനെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചന്ദ്ര, ഇവനിതെവിടെ പോയി? ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ചന്ദ്രൻ കാരോത്തുപടി ചെറ്റേ. ഒരു നല്ല കാര്യം നടക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചൂടെ കുട്ടാ? ഓടെ തിണ്ടി. നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു കുട്ടാ. ഈ നഗരത്തിന്റെ പെരുമാറിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുരുതിജലം പാനം ചെയ്യുകയായിരുന്നു. അറിയോ നിനക്ക്? മലയാള സിനിമയ്ക്ക് കൂട്ടക്കരച്ചിൽ നടത്താൻ വേണ്ടി രാവിലെ നിന്നെ വിളിച്ചപ്പോ ഇതൊന്നായിരുന്നില്ല നിന്റെ ഭാഷ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സംസാരിച്ചത്. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചക്ക് ഹിന്ദി, വൈകിട്ട് ബ്ലഡി മലയാളം. അതാണ് എന്റെ ശീലം. എന്റെ ശീലം നിനക്കറിയാലോ. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഡ്രൈ ചിക്കനും ബ്രാൻഡിയും? ഈശ്വര, കാലത്ത് ഞാൻ പോകുമ്പോ ജോസഫേട്ടിന് കൊടുക്കാനുള്ള ഡെയിലി അടപ്പ് 300 രൂപ മുറിയിൽ അൽമാരിൽ വെച്ചിട്ടാ പോയത്. നീ ഇത് അടിച്ചു മാറ്റോടാ. കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ 25-50 കൊങ്ങ കുടിച്ചുണ്ടാക്കുന്ന നിന്റെ തൂറ്റ സമ്പാദം അടിച്ച് മാറ്റിയിട്ട് വേണ്ട ചന്ദ്രക്കാരോത്ത് പഠിക്കും ബ്രാൻഡി അടിക്കാൻ. നല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാരോത്തുപടി ചന്ദ്രൻ അന്തസ്സായിട്ട് ജീവിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ കൂവാൻ പോയിട്ടാണ്. എങ്ങനെ ഇതേ 4 നേരം നല്ല അന്തസ്സായിട്ട് കൂവേണ്ടൊക്കെ കാശാ. എവിടെ കൂവിട്ട്? സിനിമ തിയേറ്ററിൽ ഇന്ന് എത്ര പടങ്ങൾ റിലീസായി? 3. ആ 3 ഒരു ക്ലാസ്, ഒരു ആക്ഷൻ, കോമഡി. അതിൽ ആക്ഷൻ പടത്തിന്റെ ആൾക്കാർ എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞ് ഒരു 10-15 ആൾക്കാരെയും കൂട്ടി കോമഡി പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി കൂവാൻ. അന്തസ്സായിട്ട് പോയിട്ട് 4 ഷോക്കും നല്ല നല്ല സീൻ വരുമ്പോ കൂവി കൊടുക്കും. ഞങ്ങളുടെ കൂവലിയായിട്ട് കാണികൾക്ക് ഭ്രാന്ത് പിടിച്ച് അതോടെ ഫസ്റ്റ് ഡേ പടം ഇതാ ബാക്കി കാശി. ഓരോരുത്തർക്ക് 250 രൂപയും ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയും. എടാ നാറി, ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നീ പോയി ഞാൻ നീട്ടില്ലടാ. അതിനെന്താ, നാളെ ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്താ പോലെ. കോമഡി പടത്തിന്റെ ആൾക്കാരായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. തലക്ക് 300 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ന്യൂൺ ഷോ മുതൽ ആക്ഷൻ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി വൃത്തിയായിട്ട് പ്രായച്ചിത്തത്തിന് പ്രായച്ചിത്തം, കാശിന് കാശി. ഹൗ ആർ യു മൈ ബ്രെയിൻ? ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല ആണല്ലോ. അങ്ങനെയാണ് കുട്ടാ. ഇനി നമുക്ക് കുറച്ചു കാലം ഈ വഴിക്കാർ പിടിച്ചു നോക്കിയാലോ? കണ്ട പ്രൊഡക്ഷൻ മാനേജർമാരെ തെറിയേക്കണ്ട, വെയിലും കൊള്ളണ്ട, AC തിയേറ്ററിൽ ഇരുന്ന് നല്ല നല്ല സീൻ വരുമ്പോ അങ്ങോട്ട് കൂവി കൊടുത്താൽ മതി. പിന്നെ തൊണ്ടക്കൽപ്പം കിച്ചൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഏത് പണിയായാലും അതിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാ സിനിമ ഫീൽഡാന്ന് പറയും ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? എന്തായാലും ഇത്രത്തോളം നീ പ്ലാൻ ചെയ്ത് നിലയ്ക്ക് ഇനി ഞാൻ നിന്നോട് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ഒരു മുറിയിൽ ഒരുമിച്ചുള്ള പൊറുതി നമുക്ക് ഇന്നത്തോടെ അങ്ങോട്ട് അവസാനിപ്പിക്കാം. നീ ഇവിടുന്ന് പോയാൽ ഞാൻ പട്ടിണി ചത്തു. ഞാനല്ല പോകുന്ന, നീ പോവും. ഞാൻ പോയാലും ഞാൻ പട്ടിണി ചത്തു പോവും. നിന്റെ ഷർട്ട് കീറും, നിന്റെ ഷർട്ട് കീറും. അങ്ങനെ ചന്ദ്രേട്ടന്റെ കുട്ടൻ നല്ല കുട്ടനാകും. ഒന്നുമില്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കളരിയിൽ കുട്ടന്റെ ഗുരു അല്ലേ ചന്ദ്രേട്ടൻ? കുട്ടന്റെ മനസ്സൊന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രഗുരു ഇനി മലയാള സിനിമയെ നുള്ളി നോക്കില്ല. JC ഡാനിയലാണ് സത്യം. നമുക്ക് നമ്മുടെ പഴയ ജൂനിയർ ആർട്ടിസ്റ്റ് പണി തുടരാം. നാളെ എവിടെ ലൊക്കേഷൻ? എന്താ സീ? സർക്കാർ ആശുപത്രി, മദ്യ ദുരന്തം. മാസ്റ്റർ ഡെലിവറി എല്ലാം പോയേ. ഡാഡിയുടെ പൊന്നു മോനെ, കോളേജിൽ പറഞ്ഞത് മദ്യം മദ്യപിക്കാനായി. എന്താ കാണിക്കുന്നത്? ഒന്ന് പറഞ്ഞു. ശരി സാർ. ശവമേ, ഈ ശവല്ല തന്റെ മോൻ, ആ ശവമാണ് തന്റെ മോൻ. അച്ഛന്റെ പ്രായമുള്ള ഈ ശവത്തെ കയറണോ താൻ മോനെ വിളിച്ച് കയറുന്നത്? ഉള്ളതിലും നല്ല ശവത്തിനൊക്കെ സെലക്ട് ചെയ്തെടുത്താ. സെലക്ട് ചെയ്ത് നീ ആരടാ? അവര് പറഞ്ഞത് കേട്ടാ പോരെ? സാറേ, ഇവന് ഉച്ചക്കുള്ള ചോറ് കൊടുക്കണ്ട. സിനിമന്റെ ചോറ കിടക്കണോ? താൻ വെള്ളടിച്ച് തട്ടിപ്പോയി ശവാണ്. ഷാജി, അയാളുടെ വായിലൊഴിച്ച് കൂടുതൽ പതച്ചു കൊടുത്തേ. എന്താടോ പതദുരന്തോ? പഴയ പോഷൻ വരൂ. ലീഡർ മാറി വേറെ പാർട്ടി ഉണ്ടാക്കാൻ ഹലോ, അതെ ആനന്ദക്കുട്ടനാ. നാളെ സെക്രട്ടറിന്റെ പഠിക്കല് 50 പേര് നിരാഹാരം കിടക്കാൻ വേണമെന്നോ? അതെ സാറേ, ഞാനിപ്പോ മരിച്ചു കിടക്ക. ഞെട്ടല്ലേ ഷോട്ടില്ല. ഞാൻ ഈ മരണത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം വിളിക്കാം. രാജകുന്നുങ്ങളും. അപ്പൊ തല്ലിപ്പൊളി ഫുഡായിരിക്കോ? അവിടെ നിർത്ത്. ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ട് ഉസ്മാനെ? വണ്ടി ഓഫ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടോ. അല്ല
അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ പേടി? അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റിനോക്കണം നിന്നോ. ഉസ്മാനെ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിക്കോട്ടെ. ചന്ദ്ര അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ. ഇന്ന് ഫ്ലാഷ് ബാക്ക് എവിടെ മുതലാ? മുറ്റത്ത് പിച്ച വെച്ച് കിടക്കുന്ന കുട്ടിക്കാലം മുതലോ, അതോ ആശുപത്രിയിൽ അച്ഛന്റെ ഡെഡ് ബോഡി വാങ്ങാൻ കാശില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന 14 വയസ്സ് മുതലോ? എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അതെന്തടാ? അയാള് പിടിച്ചാട്ടും. നിന്നല്ല അവന്. ഇതുപോലെ ശബ്ദ ഗാംഭീര്യത്തിൽ പറയണം. നിന്റെ ശബ്ദത്തിന് പവറില്ല. ഇറങ്ങി വേടാ. തുടക്കം കാലക്ക് മോനെ. ഓ ഇവിടെ ഇരിപ്പണ്ട. കുടിക്കണ നല്ലോണം കുടിക്ക്. നാട്ടുകാരെ കൂട്ടുകാരൊക്കെ വിളിച്ച് ഒരുമിച്ചാണ് കുടിക്ക്. എന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ പറ്റിച്ച് അടിച്ചു മാറ്റിയ കുറെ കാശുണ്ടല്ലോ നിന്റെ ബാങ്കില്. എടാ ചെറ്റ, എന്റെ അച്ഛൻ നട്ടുവളർത്തി ഈ ഒട്ട് മാവ് വേണ്ടി ആ മാവും വെട്ടിട്ടുണ്ടോ നീ? എവിടെ? എടാ ഈ ഒട്ട് മാവിന്റെ ചോട്ട് തരുന്നത് വേണമായിരുന്നോടാ നിന്റെ ഒടുക്കത്തെ മോന്തല്. എണിക്കടാ, എണിക്കടാ. എന്താ കേശോട്ടത്? ഏതാ ഈ നാറികള്? നീ ഇപ്പൊ പറഞ്ഞ നാറികള് നിന്റെ അച്ഛന്മാർ. പേഴ്സണാലിറ്റി തൊട്ട് കളിക്കരുത്. എടോ ഇലനക്കി നായയുടെ ചിറുനക്കി മോലാളിമാരെ, നിങ്ങളൂടെ അറിയണം ഞാൻ ഈ പറയണത്. ഇവനാദ്യം കുടിപ്പിച്ചെടുത്തും പിന്നെ കുളിപ്പിച്ചെടുത്തും. അതാണ് ഇവന്റെ സ്റ്റൈല്. അങ്ങനെ പണ്ടെന്റെ അച്ഛനെ കുടിപ്പിച്ചും കിടത്തി പിന്നെ കുളിപ്പിച്ചും കിടത്തി. കുടുംബം വെളുപ്പിച്ചിട്ട് ഒടുക്കം അച്ഛന്റെ ലിവറും പോയി തന്തപ്പടി വഴിയായിപ്പോ തന്തപ്പടിയുടെ കൂടെ സിംഗിടിയായിട്ട് നടന്ന ഇവന്റെ പേരിലേ ഈ തറവാട്. ഞാൻ പെച്ചു വെച്ച് നടന്ന എന്റെ ഈ തറവാട് അല്ലടാ. ചീറ്റിംഗ്. ആ ചീറ്റിങ്ങിന് പകരം നിന്നെ ഇവിടുത്തെ ചീറ്റിച്ചു വിടാനടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കടാ എനിക്കടാ. നിർത്തടാ. ഇപ്പൊ പലതവണയാ നിന്റെ അഭ്യാസം. അങ്ങനെ നിന്റെ തന്തപ്പടിയെ പറ്റിച്ച് ഞാൻ ഈ തറവാടും സ്വത്തും ഒക്കെ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിലേ നീ കൊണ്ട് കേസ് കൊടുക്ക്. കണ്ടാ, സമ്മതിച്ച് അടിച്ചു മാറ്റി സമ്മതിച്ചവൻ. തോന്നിയാസം പറഞ്ഞോളാ പോലെ എന്റെ പോടാ. ബാബാ ആട്ടി ക്ലൈമാക്സ് നേരത്തെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോവും. പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കട്ടപ്പൊക്കെ കാണുന്നവരെ ഞാൻ ഇനിയും വരും. നിന്റെ ചതിയിൽ പെട്ട് കണ്ണീര് കൈയുമായിട്ട് ഇവിടെ കലഞ്ഞു തെരിഞ്ഞ് നടക്കണ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ ഇനിയും വരും. എന്റെ അച്ഛന്റെ ആത്മാവാണ് സത്യം. ഗുഡ് നൈറ്റ്. ചേച്ചി, ചോറ് കുത്തി നിറച്ച് വെച്ചിട്ടില്ല. ആ പേര് പറഞ്ഞ് തിന്നാതെ പോരണ്ട. ഇത് ചേച്ചി എന്നും പറയുന്നതാ. തുറന്നു നോക്കുമ്പോ ലോഡ് ഉണ്ടാവും ചെയ്യും. കണ്ടേ, എന്നാ പിന്നെ മൂക്കിത് മൂക്കിന്റെ മേലെ തൊട്ടൂടായിരുന്നോ? നിന്റെ മുഖം തെളിയാത്ത എന്താന്ന് എനിക്കറിയാം. എന്തിനാ സെക്കൻഡ് ഹാൻഡ് ആക്കുന്നത്? കുറിക്കാശ് കിട്ടി നമുക്ക് പുതിയ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കാം. കൂട്ടുകാരികളുടെ മുമ്പിൽ നമ്മളായിട്ട് എന്തിനാ ചെറുതാവുന്നേ? ചെല്ല്. അച്ഛാ, ഞാൻ പോവാണേ. ശരി മോളെ. ബാത്റൂമിൽ പോകാൻ മടിച്ചിട്ട് ഒന്നും കഴിക്കാതെ കിടന്നാ പിന്നെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും. പോകാനുള്ള കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ മോളെ. ആ കഷ്ടപ്പാട് കുറയ്ക്കാനല്ലേ ഇതുവരെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അതൊന്നുമല്ല, ഇത്രയും മടി കൂടിയിട്ടുണ്ട് അച്ഛന്. വായിട്ട് കീറണ്ട, നിനക്കുള്ള ഭക്ഷണം എടുക്കണ്ട്. മനീഷ കൊയ്രാളെ, ഞങ്ങൾ എത്തി. മോളെ ഞാൻ കേട്ടു സൈറൻ. എടാ കുട്ടാ, ഒന്ന് കേറിട്ട് പോടാ. ചായ കുടിക്കാനായിരിക്കും. കടിക്കാൻ വല്ലതും കാണുമോ? പട്ടിയുണ്ട്. എങ്ങനെയുണ്ട് കലാകാരച്ച കിടന്നുള്ള അഭിനയൊക്കെ? ഒരു അവാർഡിന്റെ കുറവുണ്ടല്ലേ? കുഴപ്പമില്ല, നമുക്ക് പേ അവാർഡിലേക്ക് മാറാം. പക്ഷെ ക്യാഷ് അവാർഡ് കുറച്ച് ഇറക്കേണ്ടി വരും. നിന്റെ ഈ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് കേൾക്കാൻ വേണ്ടിട്ടാ ഒന്ന് കേറിട്ട് പോവാൻ പറഞ്ഞേ. അച്ഛനൊന്ന് പിടിച്ചു നടക്കാനുള്ള ആവത് ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീനിലെങ്കിലും കൊണ്ട് കിടത്തായിരുന്നു. 5-6 തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ? ആ നടന്റെ ചോരയിലുണ്ടായ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ പോണതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൂട്ടാ? അത് അച്ഛനെ തന്നെ. അച്ഛനല്ല, ഈശ്വരനാ. ഇല്ലെങ്കിൽ നല്ല നേരത്തെ നാടക വണ്ടി കൂട്ടിമുട്ടി അമ്മയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു. അച്ഛൻ ഇങ്ങനെ കിടക്കേണ്ടിയും വരില്ലായിരുന്നു. അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട്, അതൊന്ന് മുഴുമിപ്പിച്ച് കാണാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വരൻ. ഓ, തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ. ഉള്ള നേരത്തെ വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടി കിട്ടും. അതെ, ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വിഴുങ്ങണ്ട. നേരത്തിന് വിളമ്പി തരാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ. അപ്പൊ ശരി അച്ഛാ. പട്ടുപിടുത്തക്കാരുടെ കഥ വരെയാണ് നിന്നെ വിളിക്കാട്ടാ. നിനക്ക് 150 രൂപ 100 രൂപ വെച്ച് കമ്മീഷൻ അടിക്കണ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ. സരസ്വതിയോ, ഇതെന്താ വധുവരന്മാര് രാവിലെ തന്നെ ഈ വഴിക്ക്?
സരസ് ഒന്ന് പച്ച പിടിച്ച് കണ്ട് ഏ? ആ പച്ച സാരി പച്ച ബ്ലൗസ്. ഒന്ന് പോ ചന്ദ്രേട്ടാ. ദേ നാളെ മുതൽ ജോസേട്ടൻ നിർമ്മിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക. ഞങ്ങള് ലൊക്കേഷൻ ഒക്കെ നോക്കാൻ ഇറങ്ങിയതാ. എടാ ജോസ് നീ നിർമ്മാതാവുമായോ? ഹീറോയിൻ സരസ് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഏതായാലും നന്നായി. മെഗാ സീരിയൽ ആകുമ്പോ ഷൂട്ടിംഗ് കുടുംബജീവിതോട് ഒന്നിച്ചുകൊണ്ടാവല്ല. ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഓക്കെ. ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം 10 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതല്ല ഞാൻ സീരിയൽ അഭിനയിക്കാത്തത്. ഓ പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നുന്നു. കുറച്ചു കാലം കൂലിക്ക് കരയാൻ ഇതേ വണ്ടിയിൽ വന്ന ആളാണ് സരസു. എന്തായാലും നമ്മുടെ ടീമിന് ഒരു പേര് തന്നെയാ സരസു ഹീറോയിനായത്. അധികം വൈകാതെ ഞാൻ അവർക്ക് ഒരു ഹീറോയിനെ കൊയ്രോളെ സീരിയലിലേക്കല്ല സിനിമയിലേക്ക്. നീ ആദ്യം ഇവിടെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്. കൊല്ലം കുറെ ആയാലും രണ്ടും കൂടി ചക്കീം ചങ്കരനുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം. ഒന്ന് രണ്ടും പറഞ്ഞ കല്യാണമായി കരച്ചിലായി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നള്ളി. മാറ്റി. ഒയ്യോ ഞാൻ മറന്നുപോയി. ഞാൻ പണ്ടത്തോർമയിൽ കയറാൻ പോയതാ. അപ്പൊ ഞാൻ പോട്ടെ. പോട്ടെ നിമ്മി. എല്ലാവരും പാ പൊടിച്ച് നിൽക്കണ്ടേ? എല്ലാവർക്കും സരസിനെ പോലെ പച്ച പിടിക്കണ്ടേ? വണ്ടി വില പറയാൻ ഇനി അവനെങ്ങാനും മസ്ലിം പിരിപ്പിച്ച് വന്നാൽ പെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും അവന്. ആരാ കൂട്ടത്തിൽ കിളവൻ കോളേജുമാരൻ? നിന്നെ കണ്ട ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. അയാളല്ല താൻ തന്നെ. വരേ ഷർട്ട് എനിക്ക് പ്രായം കുറവാണ് സാർ. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാം സാർ. ഒന്ന് മാറ്റി നിർത്തോ അയാളെ. തന്നോടല്ല മാറിക്കാൻ പറഞ്ഞേ. ഞാൻ ചുള്ളാണ് സാർ, ചെറുപ്പക്കാരൻ സാർ. അത് ഈ വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ് പൊട്ടിച്ച് കാണിച്ചതല്ല. വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ് സാർ. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസെങ്കിലും നിൽക്കണോ? ഞാൻ എവിടെ വേണം നിന്നോളാം. പക്ഷേ സിനിമന്റെ ചോറാ, അത് ഞാൻ ഉണ്ടേ പോകൂ. ചോറ് ശരിക്കിട്ടോ. ആ കുറച്ച് സാമ്പാർ. എടാ ചന്ദ്ര, നീ അല്ലേ ഇപ്പൊ ക്യൂ ഒന്ന് വാങ്ങിപ്പോയത്? ചേട്ടാ, ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ക്യൂവിൽ നിൽക്കണം. അതാണൊരു മര്യാദ. ഒന്നും ആയില്ല ജോസേട്ടാ, ഊറ്റ പിടി കൂടി. ബാറ്റ് ഒന്നും കുറയില്ലട്ടാ, വിളിക്കാം. ഹൈ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല. കോളേജ് രംഗമല്ലേ? അവിടെ കുറെ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടി ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ? ഞാനിന്ന് രണ്ടാമത്തെ അടിച്ചോണ്ടിരിക്കുക. എന്താ സിനിമയിൽ കയ്യൊക്കെയുള്ള ഓരോ കാര്യക്കാരൻ. നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധസാധനാണെങ്കിലേ നമ്മൾ ഓരോപോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ, അവിടെയും ഇവിടെയും നിനക്കൊക്കെ അല്ലേ? കൊയ്രോളാ എടി, വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി പട്ടിണി കിടക്കണത് നീ ഗണത്തിൽപ്പെടില്ലല്ലോ അല്ലേ? എങ്കിൽ പിടി. എനിക്ക് വേണ്ട. പോട്ടടി, അവള് കുട്ടിയല്ലേ. ഞാനും കണ്ടു രാജ്യം ഓമ്പീർപ്പിച്ച് പോണത്. ഞാൻ പറഞ്ഞതല്ലേ ഞാനില്ലാന്ന്. എടി, അവൾ എന്തിനാ കോളേജിൽ വരുന്നത്? പഠിക്കാൻ. നീ എന്തിനാ കോളേജിൽ വന്നത്? അവളെ പഠിപ്പിക്കാൻ, ചില്ലാനുണ്ടാക്കാൻ. ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്റെ അനിയത്തിക്കില്ലെന്ന് കരുതിയാ മതി. അവക്കത് നാണക്കേടായിട്ട് തോന്നിണ്ടാവും. പാവം കുട്ടി, നിനക്കതിന് ഫീൽ ചെയ്തു. നീയും പാവം ത്യാഗി. ഇതൊരു MT സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി. വിട്, വിടറി, ഇത് വിടറി. എന്നാലും ഞാൻ അവൾക്ക് ഒരു വകയിലെ ചേച്ചിയായി പോയില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റണില്ല കുട്ടേട്ടാ. അത് ശരി. കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കിക്കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളേ. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞുകൊണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിനിമാടി പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാണത്? ആരുമല്ല, ഞാനാ പറഞ്ഞു. എന്തേനു? എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് മുഴുവൻ വെട്ടി വിഴുങ്ങി. എനിക്ക് സ്ലിം ബൂട്ടികൾ അത്ര ഇഷ്ടമല്ല. എന്റെ നായക്ക് കുറച്ച് എക്സ്ക്യൂസ് മീ, ജൂനിയർ ഡിസപ്ലർ മിസ്റ്റർ ആനന്ദക്കുട്ടൻ. എന്തേനു? കളപ്പുരക്കൽ രാഘവമേനോൻ മകൻ ആനന്ദക്കുട്ടനല്ലേ? അല്ല, ഒന്ന് കൺഫേം ചെയ്താ. ഞാൻ സുബൈർ. ഐ ആം ഫ്രം ഗ്ലോബൽ ഇന്ത്യ ട്രാവൽസ്. ഞാൻ അതിന്റെ റീജിയണൽ മാനേജറാണ്. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനിയിലുണ്ടോ? അങ്ങനെ ചോദിച്ചാ അമ്മ പണ്ട് അച്ഛനായിട്ട് പിണങ്ങിട്ട് നേരെ ജർമ്മനിലേക്കാ പോയത്. അവിടെ നേഴ്സാണെന്നാ കേട്ടുകേൾവി. അവര് 3 മാസം മുമ്പ് അവിടെ വെച്ച് മരിച്ചു. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഐ ആം സോറി. ആ വിവരം ഞാൻ അറിഞ്ഞു കാണുന്നു വിചാരിച്ചു. അത് പോട്ടെ സാറേ, അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഒരേപോലെ തന്നെ. അതിലൊരു ബ്രദറിന്റെ കാര്യം അറിയാമോ? ബ്രദർ ആണോ സിസ്റ്റർ ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ടുകേൾവിയാ. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആര്? ആകാശ് മേനോൻ. അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടോന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോന്ന് അറിയാനേ ഫാക്സിലുള്ളൂ.
ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിൽ ഒന്ന് അറിയിക്കണം. അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാൽ മതി. ശരി. ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ? എടാ സ്പോട്ടിൽ തന്നെ അയാളോട് പറയണ്ടേ ഐ ആം റെഡി. അതിന് ഞാൻ നിന്നെ പോലെ വിഡ്ഢി കുഷ്മാണ്ടല്ലോ. എടാ ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മനും ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അത് അറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി കുഷ്മാണ്ടം. എടാ നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്. ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി നിന്റെ അനിയ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ. എന്താ അലോപ്പതികളാവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാമെന്ന്. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു. അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്തിട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറിയിരുന്നാലും അവരിവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാളെന്തോ പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ. ആ അതാണ് മോനെ നിന്റെ അനിയൻ. ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയും പോലെ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നിമിത്തവും എലിപ്പനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ വരുന്നത് കാശ, അപ്പൊ കുറച്ച് പലിശ കിട്ടാനും കുഴപ്പമില്ല. എടാ അവൻ ഇവിടെ ലാൻഡ് ചെയ്താ പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. പിന്നെ ഞാനാരാ? അതെന്താ കൊയിരാളാ? എടാ അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിശാരടി തമ്പുരാനം ഭ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ഷൂട്ടി നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിൽക്കേണ്ടി വരും. ഹായ് നിമ്മി. ഇവിടെ വായും പൊളിച്ച് നിൽക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജാവുമാരുടെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിൽക്കണോ? ഭരിക്കാൻ വരില്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? പോടർക്കാൻ ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിർത്തലും. ഉദാഹരണം കണ്ട ചെവിട്ടിലെ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി. നീ ആരടാ? സാറ്റലൈറ്റാ? ഒരൊറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന എന്റെ സംപ്രേഷണം. പന്നി നീ എബ്രാലിക്കനാണ് ഞാൻ ബുഷടാ ബുഷടാ. നെക്സ്റ്റ്. എടാ ഞാഞ്ഞൂല് പ്രൊഡക്ഷൻ കൺട്രോളറെ, നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കൂലിക്ക് ഞണ്ണാൻ വന്ന ഊച്ചാല് കിടന്നല്ലേ എന്നാ കേട്ടോടാ. നാളെ ഞങ്ങൾ ഞങ്ങൾ നിർത്തി. നിന്നെ നിന്റെ മൂക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി എന്ന് പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റാണ് താരം എന്നിടൂടാ. കേട്ടോടാ ലിംഗോദര. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിട്ടാ പോന്നി. ഹലോ ഉസ്മാനെ ഒന്ന് നീട്ടി ഹോണടിക്കണം. എന്റെ ഈശ്വരാ, എന്നെ കൊണ്ട് വയ്യ. ഇത്രയും പെട്ടെന്ന് കാർ മേടിച്ചോ? കാർ മാത്രമല്ല കൂൾഗ്ലാസ് വാങ്ങിച്ചു. കണ്ടില്ലേ? ഇത് റെന്റക്കാരാ. മാസവാടകയ്ക്ക് നമ്മുടെ ഉസ്മാന്റെ കെയർ ഓഫ്. കുട്ടൻ മുതലാളിക്ക് ഇനി എന്തിനാ ഒരു കെയർ ഓഫ്? ഇത്രയും കാലം നീ കൊണ്ട വെയിൽ നിന്നൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ. അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ. നട്ടലിന്റെ ഓപ്പറേഷൻ. അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. എടി ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്തേ ട്രാവൽസ് പോയിട്ട്? ആ എന്റെ പുന്നാരനിയ ഇന്നിങ്ങോട്ട് പോന്നൂടി. ഈ ഏട്ടനിവിടെ മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന് അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു AC റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ. പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രൻ ഒത്തുവന്നുണ്ട്. അത് 5 മാസത്തേക്ക്. പക്ഷെ പകുതിയായിട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ടറേറ്റിലെ രാമേഷേട്ടനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിരാളക്കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. ഞാനോ? നീ മാറിയേ. നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. എനിക്കൊരു ഇമേജ് ഉള്ള ഇമേജ് ഓഞ്ഞ കുളിനാസ് വെച്ചപ്പോ തന്നെ പോയി. വന്നേ കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. അച്ഛൻ്റെ അടുത്തിരുന്നോ. നീ ഇങ്ങോട്ട് വന്നേന്ന്. കഴിക്കാൻ ഗുളികളിരിപ്പുണ്ടോ? വിശന്നിട്ട് കണ്ണാണ് പോയി നീ കാലത്തിറങ്ങിയല്ലേ. നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ 5-6 സ്വർണ്ണമാലയില്ലേടി. അത് മൊത്തത്തിൽ വേണ്ട. അതിന്ന് കയറുപിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലേ നടക്കും. നല്ല അടുപ്പന്ന് കൂട്ടട്ടൻ അറിഞ്ഞൂടെ. ഒരൊറ്റ ആഴ്ച. അതല്ലേ വേണ്ട, 7 ദിവസം. അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി.
ആ ജർമ്മൻ പൗരം വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ള സമയം മാത്രം മതി. അല്ല അത് അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കെടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കെടും. എനിക്കത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാം മോളെ ഏറ്റു. ഉസ്മാനെ വണ്ടി ഒരമ്മ പെറ്റ മക്കളെ പോലുണ്ട് എല്ലാ വീടും. അപ്പൊ ഇതാണ് അത്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും. ഒരു വില്ലല്ല കുഞ്ഞിക്കോയ്ക്ക, വില്ല. ഈ കുഞ്ഞിക്കോയനെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഞാൻ കളക്ടർ ആവുമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാവൽക്കാരനായത്. അവര്